മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിലായി. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെയാണ് കർണാടക പോലീസ് ട്രെയിൻ യാത്രക്കിടെ കാസർഗോഡ് വെച്ച് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി. KV ബൈജു ചേരുന്നു. ബൈജു, എപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്? ഈ കേസിന്റെ ആസ്പദമായിട്ടുള്ള സംഭവം എന്നായിരുന്നു? എൽദോ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് മംഗളൂരുവിലെ കങ്കരാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത്. ഈ സംഭവത്തിൽ റെയിൽവേ പോലീസും അതുപോലെ തന്നെ RPF-ന്റെയും ഇടപെടലിനെ തുടർന്നാണ് കുട്ടിയെ മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താനായത്. ഈ സംഭവത്തിൽ നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിധാം എക്സ്പ്രസിൽ വെച്ചാണ് ഈ എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പ്രധാനമായും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഇത് മറ്റ് യാത്രക്കാർ പോലീസിനെ അറിയിക്കുകയും ഈ കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടെ കങ്കരാടി പോലീസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ഈ ട്രെയിനിൽ നിന്നും ഈ കുട്ടിയെയും അതുപോലെ തന്നെ ഇയാളെയും കസ്റ്റഡിയിലെടുക്കും. കുട്ടിയെ ഏതായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുടുംബത്തിനൊപ്പം വിട്ടിട്ടുണ്ട്. ഇയാൾ പറയുന്നത് മുംബൈയിൽ നിന്നും മടങ്ങുമ്പോൾ ഈ കുട്ടി മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയെ കാണുകയും തന്റെ കൈ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് താൻ ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. തനിക്ക് ഒരു പെൺകുട്ടി വേണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾക്ക് 3 ആൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി വേണമെന്ന ആഗ്രഹത്താലാണ് തട്ടിക്കൊണ്ടുപോയെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെയും അതുപോലെ തന്നെ ഈ RPF-ന്റെയും ഒക്കെ വളരെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് ഈ കുട്ടിയെ അത്രയും പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ടെത്താനായത്. അതല്ലെങ്കിൽ കുട്ടി ഒരു പക്ഷേ ഇയാൾക്കൊപ്പം, ഇത് നാഗർകോവിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്, ഇയാൾ വീട്ടിലേക്കൊന്നും അങ്ങനെ സ്ഥിരമായി പോകാറില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയെ അത്തരത്തിൽ വലിയ തോതിൽ ഒരു പരിഭ്രാന്തി വരുന്ന ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇത് മാറുമായിരുന്നു. എൽദോ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. നോക്കാം.